നമ്മള് ശരിക്കും പറഞ്ഞാൽ അതിനകത്ത് ചാക്കോച്ചന്റെ ഒരു പാട്ട് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഭയങ്കരമായിട്ട് പ്രതീക്ഷിച്ചിരിക്കും. ഇല്ലേ? അത് പ്രതീക്ഷയുടെ കാരണം നമുക്കറിയാം. നിങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചപ്പോ ചാക്കോച്ചൻ അതിൽ പള്ളിയിൽ അച്ഛൻ പുള്ളിക്കാരി കന്യാസ്ത്രീ അല്ലേ? അങ്ങനല്ലേ അഭിനയിച്ചത്? എന്നിട്ട് അതിനകത്ത് ഒരൊറ്റ പാട്ടുണ്ട്. നല്ല പാട്ടല്ലേ? വളരെ നല്ല പാട്ടാണ്. നല്ല മെലഡി നല്ല മെലഡിയാണ്. നിന്റെയൊക്കെ മനസ്സിലെ ദുഷ്ടലാക്കുകൾ ആദ്യം നീ ഇല്ലാണ്ടാക്ക്. ഞാനല്ലോ എന്താണ് നന്നാവാത്ത നീ? അത് ശരി. ഇപ്പൊ ഞാനായ തെറ്റുകാരൻ. ഇപ്പോഴും നമ്മൾ അവരെ കണ്ടുവന്നിട്ടാ പിള്ളേരെ കളിക്കുന്നത്. എന്തിന്? നിന്റെ കോമഡിയേക്കാളും നല്ലായിരുന്നു അത്. ശരി, അതിനെ ഒന്ന് ഡീസന്റ് ആയിട്ട് ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഒന്ന് റീക്രിയേറ്റ് ചെയ്താലും. അല്ല ഇതിന് മുമ്പുള്ളത് ഡീസന്റ് ആണെന്ന് നീ സമ്മതിച്ചാൽ മാത്രമേ റീക്രിയേഷൻ ഉള്ളൂ. അതെന്ത് വർത്താനോ നീ പറയുന്നത്? അതിനെ ഡീസന്റ് ആയിട്ട് റീക്രിയേറ്റ് ചെയ്യാൻ പറയുന്നതൊക്കെ അങ്ങനെയല്ല. ആ പാട്ടിൽ മറ്റേ ഇതാണല്ലോ, ഒരു വളരെയധികം സ്നേഹത്തിലാണല്ലോ. ഇതിനെ പെട്ടു. ബാക്കി പറ. ഇത് പറഞ്ഞ് ശരിയാക്കിയിട്ട് പോയാ മതി. വിശുദ്ധല്ല, ആ വളരെ മഹത്തായ ഗാനം ഒന്ന് ഇവിടെ റീക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ? മഹത്തായ ഗാനമാക്കിയിട്ടുണ്ട്. റീക്രിയേറ്റ് ചെയ്യാൻ ഞാൻ നല്ല കോലത്തിലാണ്. ഇതെന്താ കുഴപ്പം? അത് കുഴപ്പമില്ല. ആ വൈശാലിയില് ഋഷ്യശൃംഖനെ വളർത്തിക്കൊണ്ട് വരുന്ന പോലെ പ്രിയ വളർത്തിക്കൊണ്ട് വന്നതായിരുന്നു ചാക്കോച്ചൻ. ആ ചാക്കോച്ചനെ വഴി വളർത്തിക്കൊണ്ടുവന്നു. വളർത്തിക്കൊണ്ടുവന്നു ചാക്കോച്ചനെ. ചാക്കോച്ച എന്തോ കണ്ടോ ഒരു പള്ളിയിൽ അച്ഛനും കന്യാസ്ത്രീ തമ്മിൽ കണ്ടുമുട്ടുന്നത് കണ്ടോ? അത്രയ്ക്കും ദൈവികമായ ഒരു ബന്ധമാണ് ഞങ്ങൾ തമ്മിലുള്ള. അതുകൊണ്ടാണ് നമ്മൾ ഈശോമിശിഹായെ സ്തുതിയായിരിക്കട്ടെ നമ്മൾ അങ്ങനെയാണ് ഗ്രീറ്റ് ചെയ്യാറുള്ളത് പോലും. എന്താ അങ്ങനെ എടുത്തു പറയുന്നേ? അല്ല, അങ്ങനെ എടുത്ത് പറഞ്ഞതിന്റെ കാരണം അതല്ലേ ചോദിച്ചേ? ഞങ്ങൾ ഈശോമിശിഹായെ സ്തുതിയായിരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞാണ് ഗ്രീറ്റ് ചെയ്യാറുള്ളത്. അതാണ്. അപ്പൊ ആ ഒരു പടം കഴിഞ്ഞിട്ട് പിന്നെ മീയും ചാക്കോച്ചനും ഒന്നിച്ച് അഭിനയിച്ചില്ലേ? കസിൻസിലുണ്ടായിരുന്നു. അതിന് മുമ്പ് വേറെ പടത്തില് ഏറ്റവും ആദ്യം മിയ മിയ ആകുന്നതിന് മുമ്പ്. അതെ അതെ. ഞാൻ ജിമി എന്നുള്ള പേരിലായിരുന്ന സമയത്ത് ഡോക്ടർ ലവ് എന്ന് പറയുന്ന ഒരു സിനിമയില് ഒരു ചെറിയൊരു റോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് അതും ചാക്കോച്ചന്റെ പടമായിരുന്നു. അപ്പൊ മിയ എത്ര പേരുണ്ട്? 2 പേര്. അല്ല, മൊത്തത്തിൽ 3 വീട്ടിൽ വിളിക്കണ വേറെ അല്ലേ? മൊത്തത്തിൽ 3 പേരുണ്ട്. ജിമി ജോർജ് എന്നാണ് ഒഫീഷ്യലി എന്റെ പേര്. അതാരും വിളിക്കുന്നത്? സർട്ടിഫിക്കറ്റിലുള്ള പേരാണ് ജിമി ജോർജ്. ആ പേര് കറക്റ്റ് ആയിട്ട് ആരും വിളിക്കാത്തത് കൊണ്ട് സിനിമയിൽ ഒന്ന് ആക്റ്റീവായി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ മിയ എന്നാക്കി. പിന്നെ മൂന്നാമതൊരു പേരുള്ളത് മാമോദിസ പേരാണ് എലിസബത്ത്. അങ്ങനെ 3 പേരുണ്ട്. അങ്ങനെ 3 പേരുണ്ട്. ഇതാണ് വിളിക്കുന്ന എല്ലാരും. നാട്ടുകാര് മിയ വിളിക്കും. ഇവൻ കെട്ടിയോൻ എന്താ വിളിക്കുന്നത്? കെട്ടിയോൻ വിളിക്കുന്നത് വാവേന്ന് വിളിക്കും. വാവേന്നോ? എത്ര ഭാഗ്യവതിയാ. എന്റെ പപ്പയും മമ്മി എന്നെ വാവേന്ന് കുഞ്ഞാവേന്നായിരുന്നു വിളിച്ചോണ്ടിരുന്നത്. അത് പിന്നെ കുറച്ച് അതെ, ആരെങ്കിലും അങ്ങനെ വിളിക്കണ്ടേ? കാരണം കൊച്ചുമക്കളൊക്കെ വന്നേ പിന്നെ മമ്മിയൊന്നും അങ്ങനെ ഒരു കാര്യമേ ഓർമ്മയിൽ പോലും ഇല്ല. ഞാൻ പണ്ട് അങ്ങനെ എന്റെ മോളെ ഇങ്ങനെ വിളിച്ചിരുന്നു എന്നുള്ള കാര്യം കൊച്ചുമക്കൾ വന്നപ്പോ എല്ലാം പോയി. ഇപ്പം കെട്ടിയോ മാത്രമേ ആ വാക്ക് വിളിക്കുന്നുള്ളൂ. ഇതൊക്കെ ശരിയാ. ഇപ്പൊ മെഴുകുതിരി കളിക്കാന്നും പറഞ്ഞ് അവിടെ ചാക്കോച്ചൻ വന്ന് നിക്കാൻ തുടങ്ങിട്ട് നേരെ എത്രയെന്നറിയാവോ? ഒരാളെ വിളിച്ചു വരുത്തിയിട്ട് കെട്ടിയും വിളിക്കണ ഓമന പേരക്കുട്ടികളുടെ വിലാസം. ഇതൊക്കെയാണോ ജനാധിപത്യ വ്യവസ്ഥ? പക്ഷെ ഈ മൊമെന്റിൽ എനിക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഞാൻ ഏറ്റവും റീസെന്റ് ആയിട്ട് ഓഫീസർ ഓൺ ഡ്യൂട്ടി കണ്ടു. കിഡിലമായിരുന്നു. ഞാൻ പ്രൊഡ്യൂസർ സിബി സാറിനെ ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഞാൻ ചാക്കോച്ചൻ എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റിനെ ആ സിനിമയിൽ കണ്ടതേ ഇല്ല. ടോട്ടലി ഹരിശങ്കർ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ. ഇത് കോംപ്ലിമെന്റ് ആണ്. ഹരിശങ്കർ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിനെ മാത്രമാണ് കണ്ടത്. സൂപ്പർ ആയിരുന്നു. അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഇങ്ങനെ പണ്ട് ആരോ പറഞ്ഞിട്ട് ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ട് കറണ്ട് പോയിട്ട് ഒന്നും പറയാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. കഥയല്ലേ.